ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ എന്താണെന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ആയിട്ട് എണീച്ചു മദ്രസയിലേക്ക് മക്കൾ കൊണ്ടുവന്നത്. അപ്പോൾ 5:45 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഇരുടാണ്. 6 മണി ആയാലും ഇരുടാണ്, നല്ല ഇരുട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു മുള്ളമ്പന്നിനെ കണ്ട്. അപ്പോൾ ഈ ഇരുട്ടത്ത് നിങ്ങൾ കാണണമെന്ന് അറിയില്ല, പക്ഷെ നല്ലോണം കല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടപാട് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ദൂരമുണ്ട് മദ്രസയിലേക്ക് പോകാൻ. മദ്രസൻ്റെ അടുത്തെത്തിയ സമയത്ത് ഓൻ്റെ ഫ്രണ്ട് ഒന്ന് വന്ന് ഓൻ്റെ ഒപ്പര പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വിട്ടിട്ട് നേരെ വീട്ടിലേക്കാണ്. റോഡുമെന്ന് ആരും ഇല്ല രാവിലെ തന്നെ, പക്ഷെ തിരിച്ച് വരുന്നേരം വെളിച്ചമൊക്കെ വന്ന് അങ്ങനെ വീട്ടിൽ കയറി. അടുക്കളയില്ലേ നേരെ കയറിയത്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ അരിച്ച് വെക്കണം. രാത്രി ഒന്നും ഈ അരിച്ച് വെക്കൂല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അപ്പക്കാരൊന്നും ഇടുന്ന അത്ര ഇഷ്ടമല്ല, അത് അത്ര ഇതില്ല. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ഈസ്റ്റ് ഇടുവേ. അപ്പോൾ അതിനുകൊണ്ടില്ല അരിയൊക്കെ അരിച്ച് വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇട്ട് തേങ്ങ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇടൂല, അരച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് ഞാൻ അരക്കാം. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് ചോറൊക്കെ ഇടുവേ. ചെറിയ കുപ്പിയിലാണ് ഞാൻ ഈസ്റ്റ് വാങ്ങുക. അപ്പോൾ അതിൽ 2 മൂടിയൊക്കെ കുട്ടികളെ കൊണ്ട് വിടാൻ പോകുന്ന സമയത്ത് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചൂടൊക്കെ വേണം. അപ്പോൾ ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടും നമുക്ക്. അങ്ങനെ അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് പാത്രത്തിൽ ഈ ചെമ്പിലാണ് ഞാൻ വെള്ളയപ്പത്തിന് വെക്കുക. അതാകുമ്പോൾ നല്ലോണം പൊന്തി വരും. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഇടുന്ന സമയത്ത് ആ മിക്സീൻ്റെ ഹോൾസ് ഒന്ന് മൂടി പിടിച്ച് ഇതാക്കുന്ന സമയത്ത് അതങ്ങ് മറിഞ്ഞു ഗൈസ്. അപ്പോൾ അപ്പോൾ അങ്ങനെ 1.5 മണിക്കൂർ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് ഇനി ഉണ്ടാക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയത്ത് എല്ലാവരും എണീച്ചിട്ട് അവർക്ക് ആയ സമയത്താണ് ഞാൻ ഉണ്ടാക്കുക വെള്ളയപ്പം. അപ്പോൾ കറിയൊന്നും വെക്കുന്നില്ല, ഇന്നലത്തെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വെള്ളയപ്പത്തിന് അധികം കുട്ടിയൊക്കെ ഒന്നും കറി വേണ്ട എന്ന് വെച്ചാൽ അതിൽ മുട്ട ഇട്ടിട്ടാണ് അവർ അധികം ഇഷ്ടപ്പെടാം. അപ്പോൾ മോനെല്ലാം കളിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങ വെള്ളം ഒഴിക്കും. അപ്പോൾ ആ സമയത്ത് ഒഴിക്കാൻ വിട്ടു. ഇപ്പോൾ തേങ്ങ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ എരിഞ്ഞ് വരുന്ന സമയത്തേ നല്ലൊരു ഇത് ഇരുമ്പിൻ്റെ കടായിയാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് വീട്ടിൽ കൂടുന്ന സമയത്ത്. അപ്പോൾ നോൺ സ്റ്റിക്കിന് അത്ര വലിയ ഇഷ്ടപ്പാടില്ല എനിക്ക്. ഇതിൽ ചുടുന്നതിന് നല്ല കംഫർട്ടായിട്ട് ഉണ്ടാകുന്നുണ്ട്. വെള്ളയപ്പം റെഡിയായി വരുന്നത് കാണുന്നില്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ പിന്നല്ലേ ഞാനിത് തേങ്ങ ചിരണ്ട മടി കൊണ്ട് കുത്തിയെടുക്കുന്ന കത്തി കൊണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഒരു മോർണിംഗത്തെ ഡ്രിങ്ക് കുടിക്കണം. അപ്പോൾ ഉലുവ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുവിടാൻ പോയത്. അപ്പോൾ മാറിപ്പോന്താ സ്കൂൾ മദ്രസ എന്ന്. അപ്പം പച്ചമഞ്ഞളാണ് ഇത് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. എൻ്റെ മുമ്പത്തെ എമിനേച്ചി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഓറ് തന്നതാണ് എനിക്ക് പച്ചമഞ്ഞൾ ഓറ് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ട്. അപ്പം ഞാൻ എന്താക്കി തേങ്ങയും പച്ചമഞ്ഞളും കൂടി മിക്സിയിൽ അടിച്ചിട്ട് കുടിക്കുക. നല്ല മധുരമൊക്കെ ഉണ്ട്, തേങ്ങാൻ്റെ മധുരമൊക്കെ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ ഗ്ലോ നല്ലൊരു റിസൾട്ടൊക്കെ തരുവേ. എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.